ഇപ്പോൾ നമ്മുടെ മൊബൈലിലും ടി വിയിലും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഫറാണ് ഓണം ഓഫർ എന്ന് പറയുന്നത്. ബൈ വൺ ഗെറ്റ് വൺ ഉണ്ടാവും, 70% ഓഫർ ഉണ്ടാവും, അതുപോലെ ലിമിറ്റഡ് പീരിയഡ് ഓഫർ ഉണ്ടാവും. അങ്ങനെ പല വിധത്തിലുള്ള ഓഫറുകളാണ്. ഇനി ഓണത്തിന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കാർ കിട്ടും, സ്വർണ്ണ കോയിൻ കിട്ടും, അങ്ങനെ പല പല ഓഫറുകൾ കിട്ടുകയാണ്. അതായത് എന്തുകൊണ്ടും ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ സേവ് ചെയ്യാം, ഇതാണ് ബെസ്റ്റ് സീസൺ ഈ സാധനങ്ങൾ വാങ്ങാൻ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ അറിയാതെ ഉണ്ടാക്കിയേക്കാവുന്ന തരത്തിൽ നമ്മളെ പ്രകോപിപ്പിക്കുന്ന കുറേ ഓഫറുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഓഫറുകൾ ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ? ഈ ഒരു അവസരത്തിൽ സാധനങ്ങൾ വാങ്ങുന്നത് കൊണ്ട് പണം സേവ് ചെയ്യാൻ പറ്റുമോ? ഇതാണോ ഏറ്റവും ബെസ്റ്റ് സമയം സാധനങ്ങൾ വാങ്ങാനുള്ളത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. ഈ ഓഫറുകളൊക്കെ ചാടി കണ്ട് വാങ്ങിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. ഓണം ഓഫറുകൾ തരുമ്പോൾ ഓണം ആയതുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രൊഡക്ട്സിനൊക്കെ ഇത്രയും വില കുറയുന്നത്? ഓണമല്ലേ, അതുകൊണ്ട് കുറച്ച് വില കുറച്ച് ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം എന്ന് ബ്രാൻഡ് വിചാരിക്കുന്നുണ്ടോ? അഥവാ ഈ സാധനങ്ങൾക്ക് ഇതൊക്കെ വില ഉണ്ടായിരുന്നുള്ളൂ, നേരത്തെ പറഞ്ഞിരുന്ന വിലയിൽ നിന്നും കുറച്ച് വില കാണിക്കണമെങ്കിൽ ഇത്ര വില ഉണ്ടായിരുന്ന സാധനം അപ്പം കൂടുതൽ പ്രൈസിൽ ഇതുവരെ വിറ്റുകൊണ്ടിരുന്നതാണോ? ശരിക്കും നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള കാര്യമാണോ നമുക്ക് കിട്ടുന്നത്? അല്ലെങ്കിൽ തന്നെ ഒരു ഡിസ്കൗണ്ട് കിട്ടി എന്ന് കരുതുമ്പോൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങേണ്ടതിന്റെ ആവശ്യമുണ്ടോ? സ്വന്തമായിട്ടൊന്ന് ചിന്തിച്ചു വെച്ചോളൂ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു വെക്കുന്നത് നന്നായിരിക്കും. കാരണം ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഓണം സീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ പല സാധനങ്ങളും വീട്ടിലേക്ക് വാങ്ങിക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കാണാം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുമ്പോൾ എന്ത് വിധേനയും ഓണം ഉണ്ണണം, വീട്ടിലേക്ക് കുറേ സാധനങ്ങളും വാങ്ങണം, അങ്ങനെ എന്തൊക്കെയോ ഷോപ്പ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി കുറേ ആളുകൾക്ക്, എല്ലാവർക്കും ഒന്നും പറയുന്നില്ല, കുറേ ആളുകൾക്ക് ഏകദേശം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബിസിനസ്സിന് ഒരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സമയങ്ങളിലൊക്കെ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ ഇത് വാങ്ങുമോ, ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കസ്റ്റമറിനെ കൺവിൻസ് ചെയ്യേണ്ട ഒരു എഫേർട്ട് ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡക്ട്സുകൾക്ക് ഒക്കെ എടുക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വാങ്ങാൻ റെഡിയാണ്. എന്ത് വാങ്ങണം, എവിടുന്ന് വാങ്ങണം, ഏത് ബ്രാൻഡ് ഓപ്റ്റ് ചെയ്യണം, ഇത് മാത്രമാണ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ പലപ്പോഴും അവർക്കൊരു ഫ്രിഡ്ജ് വാങ്ങണം എന്നുള്ളൊരു പ്ലാൻ ആയിരിക്കും. ഓഫറൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു വാഷിംഗ് മെഷീനും കൂടെ അങ്ങ് വാങ്ങിച്ചേക്കാം എന്ന് തോന്നുന്ന രീതിയിലേക്ക് ആളുകളുടെ മൈൻഡ് സെറ്റ് ഫ്ലെക്സിബിൾ ആകുന്ന ഒരു സീസണാണ്. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആണ് ബിസിനസ്സിന് ഇതിനെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പല ബ്രാൻഡുകളെയും ആളുകൾ ഈസി ആയിട്ട് ചൂസ് ചെയ്യാനും വാങ്ങാൻ താല്പര്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ബ്രാൻഡ് വാങ്ങൂ, ഞങ്ങളുടെ ബ്രാൻഡാണ് ബെസ്റ്റ് എന്ന് കൺവിൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു ബിസിനസ്സിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം. നിങ്ങളുടെ ബ്രാൻഡ് ഞങ്ങൾ എന്തിനു വാങ്ങണം എന്നുള്ളത് ഒരു കസ്റ്റമർ തിരിച്ച് ഈ ബിസിനസ്സിന്റെ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയേണ്ട കാര്യം, നിങ്ങൾക്ക് കുറച്ച് വില കുറവിൽ സാധനം കിട്ടും, നിങ്ങൾക്ക് ഞങ്ങൾ ഭയങ്കരമായ ഓഫർ കിട്ടും, ഇനി നിങ്ങൾ ഈ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർണ്ണ കോയിൻ കിട്ടും, കാറ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് കിട്ടും എന്നൊക്കെ പറയുന്ന സമയത്ത് ആളുകളെ കൺവിൻസ് ചെയ്യും. അപ്പോൾ ഈ കൺവിൻസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഓഫറുകളെല്ലാം തന്നെ ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ സെയിൽ എന്ന് പറയുന്ന ഒരു ബോർഡ് കണ്ടതുകൊണ്ട് മാത്രം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ആളുകൾ ഈ ചോദ്യം ചോദിക്കാതെ പോലും ആ ഒരു സാധനം വാങ്ങുവാനുള്ള ഓപ്ഷൻസ് ഇവിടെ ബിസിനസ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5000 രൂപ വിലയുള്ളൊരു ഡ്രസ്സ് ഇപ്പോൾ 2500 രൂപയ്ക്ക് തരുന്നു എന്ന് പറയുമ്പോൾ കാണുന്ന ഒരാളുടെ മൈൻഡ് സെറ്റിൽ ആദ്യം പോകുന്നത് 5000 രൂപ വിലയുള്ളൊരു ഡ്രസ്സ് 2500 രൂപയ്ക്ക് എനിക്ക് കിട്ടും. പക്ഷേ 2500 രൂപയുടെ ഡ്രസ്സ് 1000 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2500 ആയിരിക്കും ഒരു വലിയ തുകയായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആളുകൾക്ക് എപ്പോഴും പ്രൈസിനെ കമ്പയർ ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. ഈ താല്പര്യം മുതലെടുത്തുകൊണ്ട് തന്നെ 5000 എന്ന് പറയുന്ന ഒരു വലിയ പ്രൈസിനെ കുറച്ച് 2000 എന്നോ 4999 എഴുതി വെച്ചാൽ പോലും പെട്ടെന്ന് തന്നെ അവർ അറ്റൻഷൻ കിട്ടുന്ന ഒരു അവസ്ഥ, അതൊരു സൈക്കോളജിയാണ്. വലിയൊരു തുക നിങ്ങൾക്ക് സേവ് ചെയ്യാം എന്നുള്ളൊരു ഇംപ്രഷൻ പല ബ്രാൻഡുകളും ഇവിടെ രൂപപ്പെടുത്തും. അതിന്റെ ഭാഗമായിട്ട് 50% ഓഫർ എന്നും 70% ഓഫർ എന്നും, ഇനി അത് മാത്രമല്ല 10000 രൂപയുടെ സാധനം നിങ്ങൾക്ക് 5000 രൂപയ്ക്ക് കിട്ടും, 5000 രൂപയുടെ സാധനം 2500 രൂപയ്ക്ക് കിട്ടും, 2500 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് കിട്ടും. ഇങ്ങനത്തെ ഓഫറുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. 5000 രൂപ എന്ന് പറയുന്ന ഒരു സാധനം 2500 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു ബോർഡാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കലി 5000 എന്നുള്ളതിനേക്ക് ലോക്ക് ചെയ്യാൻ അനുവദിക്കാതെ ശരിക്കും 5000 രൂപ വില ഉണ്ടായിരുന്നോ, 5000 രൂപയിൽ നിന്നും 2500 ആക്കുമ്പോൾ ഈ 2500 രൂപയുടെ വിലയുള്ള സാധനമായിരുന്നു ഈ 5000-ന് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നും കൂടെ ചിന്തിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ കയ്യിലുള്ള പണം ചെലവാക്കി വാങ്ങുന്ന ഒരു സാധനത്തിന്റെ മൂല്യം ഇവർ ഈ പറഞ്ഞ തുകയ്ക്കുള്ളതാണോ എന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഇത്ര ഭീമമാണ് എന്നുള്ളതോ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ആക്ച്വൽ വില ഈ പറഞ്ഞ ഭീമമായ തുകയാണെന്നോ എന്നുള്ളതും അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ കയ്യിലെ പണം കൊടുക്കുന്ന ആ നമ്പറിന്, ആ തുകയ്ക്കുള്ള വലിപ്പം അല്ലെങ്കിൽ ക്വാളിറ്റി ഈ പറയുന്ന പ്രൊഡക്റ്റിനുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നും അതിന് തക്കതായ പ്രൊഡക്റ്റ് ആണോ ഇതെന്നും കമ്പയർ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു കാര്യമാണ്, ടി വിയിലോ കടയുടെ ഫ്രണ്ടിലോ നമ്മൾ കാണുകയാണ് അപ് ടു 70% ഓഫർ. അതിനർത്ഥം കടയിലുള്ള എല്ലാ സാധനങ്ങൾക്കും 70% ഓഫർ ഉണ്ടെന്നുള്ളതല്ല. ഈ അപ് ടു 70% ഓഫർ കണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്ത് വാങ്ങിച്ച് ബില്ലടിക്കുന്ന സമയത്തായിരിക്കും അതിന് വെറും 10%, 5%, 20% മാത്രമേ ഓഫർ ഉണ്ടെന്ന് അറിയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചില ആളുകൾ നാണക്കേടൊക്കെ വിചാരിച്ച് സ്പോട്ടിൽ ആ സാധനം വാങ്ങുന്നൊരു അവസരം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ പറയുന്ന 70% എന്നുള്ളത് എല്ലാ പ്രൊഡക്ട്സിനും ഉണ്ടോ എന്നുള്ളത് കടയിൽ കയറി അന്വേഷിക്കുക. ഈ 70% ഓഫ് എല്ലാ പ്രൊഡക്ട്സിനും കിട്ടുവാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നുള്ളൊരു ബോധ്യം ഒരു കസ്റ്റമറിന് എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പലതിനും 20%, 30% ഒക്കെ ഉള്ളൂ. ഈ 70% എന്ന് പറയുന്നത് വളരെ വിരലിൽ എണ്ണാവുന്ന അത്രയ്ക്ക് ഉപകാരമില്ലാത്ത പല പ്രൊഡക്ട്സിനുമാണ് കിട്ടുക എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു സത്യമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ചില ഡ്രസ് ഷോപ്പിലൊക്കെ ചെല്ലുന്ന സമയത്ത് 70% ഓഫ് അല്ലെങ്കിൽ ബൈ 1 get 1 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. ഓടിപ്പോയി 2 എടുത്തിട്ട് പോകും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഇതിന് അങ്ങനെ അല്ലായിരുന്നു, ഇതിന്റെ പ്രൈസ് കമ്പയർ നോക്കുമ്പോൾ ഇതിങ്ങനെയല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് ബില്ല് നമ്മൾ അടയ്ക്കുന്ന ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഈ 70% എന്നുള്ളതായിരിക്കും അവരെപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. അതിന്റെ താഴെ ചിലപ്പോൾ ചെറുതായിട്ട് ഓൺ സെലക്റ്റഡ് ഐറ്റംസ് എന്ന് വല്ലതും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതും കൂടെ വായിച്ചു നോക്കാനുള്ള ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കണം. നമ്മൾ ആമസോണിലൊക്കെ ഉണ്ടാവില്ലേ 250 രൂപയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും, ചിലപ്പോൾ അതിൽ എഴുതി വെക്കുക ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 5000 രൂപയാണെന്നൊക്കെ എഴുതി വെക്കും. നമ്മൾ തന്നെ വിചാരിക്കും ഈ ഒരു സാധനം 5000 രൂപ എന്താണിത് എന്നൊക്കെ തോന്നാറില്ലേ. അതുമാതിരി കണ്ണിൽ കാണുന്ന എന്തൊരു തുകയും ആക്ച്വൽ പ്രൈസ് എന്ന് അവർക്ക് എഴുതി വെക്കാം. പക്ഷേ സെല്ലിംഗ് പ്രൈസ് ആണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. മറ്റൊരു കാര്യമാണ്, ഇതൊരു ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ്, ശ്രദ്ധയോടെ കേൾക്കണം. ഒരു പ്രൊഡക്റ്റിന് നമ്മൾ കടയിൽ കയറുമ്പോൾ കാണുന്നത് 10000 രൂപയുടെ ആക്ച്വൽ പ്രൈസിലുള്ള ഒരു പ്രൊഡക്റ്റ് 5000 രൂപയ്ക്കാണ് ഈ ഒരു ഓണം സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു സെയിലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നതെന്ന് കാണുക. അപ്പോൾ ചാടി അങ്ങ് 5000 രൂപയ്ക്ക് ഇത് കിട്ടുന്നു എന്ന് വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഈ 10000 എന്നുള്ളത് എത്രത്തോളം മീനിങ് ഫുള്ളായ പ്രൈസാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ആയിരിക്കുന്ന സാധനത്തിന് ശരിക്കും 10000 രൂപ ഉണ്ടായിരുന്നോ എന്നുള്ളതിനെ പറ്റി സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ ഉൾപ്പെടെ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടോ മറ്റോ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ പ്രോഡക്റ്റ്സ് വിൽക്കുന്ന മറ്റ് സെല്ലേഴ്സിൻ്റെ പ്രൈസുകൾ നമ്മുടെ മുന്നിലേക്ക് വരും. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള പ്രൈസുകൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ ഇവിടെ ഈ ഒരു ഓഫറിന് വിൽക്കുന്ന സാധനത്തിനേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് ഈ സെയിം പ്രൊഡക്റ്റ് കിട്ടും എന്നുള്ള ഒരു അവസരം പോലും പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പ്രൊഡക്റ്റിന് ഈ എഴുതി വെച്ചിരിക്കുന്ന സെല്ലിംഗ് പ്രൈസായ 5000 രൂപ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ 10000 രൂപയുടെ പ്രൊഡക്റ്റ് 5000 രൂപയ്ക്ക്, അതായത് 50% ഓഫറിന് വാങ്ങുന്നത് ഒരു ഗുഡ് ഡീലാണോ എന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പെർസെൻറ്റേജും ഈ പറയുന്ന ആക്ച്വൽ സെല്ലിംഗ് പ്രൈസും ശരിക്കും ഈ പ്രൊഡക്റ്റിനുണ്ടോ ഈ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റിനുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, അപ്പോൾ ഈ ഓണം സീസണിലൊന്നും വാങ്ങുന്നത് നല്ല ബുദ്ധിപരമായ ഒരു കാര്യമല്ലേ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഈ ഓണം സീസണിൽ വാങ്ങുന്നത് ഒരു ബുദ്ധിപരമായ കാര്യമല്ല എന്നുള്ള അഭിപ്രായവും ഇല്ല. ഓണം ഓഫറുകൾ പല നല്ല സാധനങ്ങളും വാങ്ങുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. പക്ഷെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടിയുണ്ട്. സെല്ലിങ്ങിന് ഒരു പ്രൈസ് നമ്മൾ കാണിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ ഒരു കാർഡ് യൂസ് ചെയ്താലോ ഏതെങ്കിലും ഒരു ബാങ്കിന്റെ ഓഫർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലും ഒരു നിബന്ധനകൾ പലപ്പോഴും ചില സാധനങ്ങൾക്ക് ഉണ്ടാവാറുണ്ട്. ഈ നിബന്ധനകൾക്ക് അപ്പുറത്തേക്കുള്ള സെല്ലിംഗ് പ്രൈസ് എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഒരു കാർഡ് യൂസ് ചെയ്യാനുള്ള അവസരമോ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് വേണം ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി. ഓഫറുകൾ എങ്ങനെ വിദഗ്ധമായി യൂസ് ചെയ്യാമെന്നും ഈ ഓഫറുകൾ ചേർന്നിട്ടാണോ ആ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നതോ എന്നും ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവസരം നമുക്ക് വളരെ ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യാം. എപ്പോഴും ഉറപ്പുവരുത്തേണ്ട മറ്റൊരു കാര്യം, ഓഫറിലെ വ്യത്യാസങ്ങൾ നോക്കി മനസ്സിലാക്കാതെ ഇത്ര വലിയൊരു തുക ഡിസ്കൗണ്ട് കിട്ടി എന്ന് ഉറപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ കൊടുത്ത പൈസയ്ക്കുള്ള കറക്റ്റ് സാധനം ഒരു മികച്ച ഓഫറിൽ എനിക്ക് കിട്ടി എന്നുള്ളത് ഉറപ്പുവരുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഭാഗം പറയാം. നമ്മളൊരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു മാളിൽ കയറിയെന്ന് വിചാരിക്കുക. നമ്മൾ ആകെ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുക 1500 ആണ്. നമ്മുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ട്, പക്ഷെ 1500 രൂപയ്ക്കുള്ളൊരു സാധനം വാങ്ങുന്നു എന്ന് മാത്രം ഉദ്ദേശിച്ചായിരിക്കും മാളിലേക്ക് കയറിയിട്ടുണ്ടാവുക. പെട്ടെന്ന് നമ്മളവിടെ ഒരു സാധനം കാണാണ് ബൈ 2 get 1. 2 സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം ഫ്രീ എന്നുള്ളതാണ്. അതായത് അവിടെ 1500 രൂപ മാത്രമേ സ്പെൻഡ് ചെയ്യുള്ളൂ എന്ന മൈൻഡ് സെറ്റിൽ പോകുന്ന നമ്മൾ പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയാൽ കൂടുതൽ എനിക്ക് സേവ് ചെയ്യാം എന്നുള്ളൊരു താല്പര്യത്തിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയിട്ട് 2 സാധനങ്ങൾ വാങ്ങിച്ചാൽ ഒന്ന് ഫ്രീ കിട്ടുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ട് തയ്യാറായാൽ പലപ്പോഴും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഈ 1500ന്റെ ഇരട്ടിയായിരിക്കും. 3000 രൂപയ്ക്ക് 2 സാധനം വാങ്ങിച്ചിട്ട് ഫ്രീ കിട്ടുന്ന ഒരു സാധനമായിട്ടായിരിക്കും വരിക. അതായത് 1500 രൂപയ്ക്ക് സാധനം വാങ്ങാൻ പോയൊരു വ്യക്തി ഈ ഓഫർ കണ്ടതുകൊണ്ട് മാത്രം
2 സാധനങ്ങൾ വാങ്ങിച്ച് 3000 രൂപ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉള്ളതുകൊണ്ടാണ് ബ്രാൻഡുകൾ ഇത്തരത്തിലുള്ള ഓഫറുകൾ രൂപീകരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് കേട്ടോ, അതായത് 5000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1000 രൂപ ക്യാഷ് ബാക്ക് കിട്ടും. അതായത് ഈ 1500 രൂപയ്ക്ക് സാധനം വാങ്ങിക്കാൻ പോകുന്ന ഒരാൾ പെട്ടെന്ന് വിചാരിക്കുന്നത് 1000 രൂപ ക്യാഷ് ബാക്ക് കിട്ടുകയോ എന്നാൽ കുറച്ച് കൂടുതൽ അങ്ങ് സേവ് ചെയ്ത് കളയാം എന്നുള്ള പ്രതീക്ഷയിൽ ഇവർ പോയിട്ട് 5000 രൂപയുടെ സാധനം വാങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോഴും പലരും വിചാരിക്കുന്നത് 5000 രൂപയ്ക്ക് സാധനം വാങ്ങുന്നു, 1000 രൂപ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നു, അപ്പോൾ 4000 രൂപയ്ക്ക് എനിക്ക് 5000 രൂപയുടെ സാധനം കിട്ടുകയാണല്ലോ എന്നായിരിക്കും പലപ്പോഴും വിചാരിക്കുക. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? 1500 രൂപയ്ക്ക് സാധനം വാങ്ങാൻ കയറിയ ഒരു വ്യക്തി അപ്പോഴും അവിടെ എക്സ്ട്രാ സാധനങ്ങൾ ആവശ്യമില്ലാതെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഈ പറയുന്ന ഓഫറുകൾ ഞാൻ സ്വീകരിക്കുമ്പോൾ എൻ്റെ ബഡ്ജറ്റിനപ്പുറത്തേക്കും എൻ്റെ ആവശ്യത്തിനപ്പുറത്തേക്കും സാധനം ഞാൻ വാങ്ങുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. സ്പെൻഡിങ് ഡിസിഷനെ സേവിങ് ഡിസിഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം സേവ് ചെയ്യുന്നുണ്ടെന്നും എത്രത്തോളം ആവശ്യമില്ലാതെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നും ആവശ്യമില്ലാത്ത എന്തൊക്കെ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതും നമ്മൾ നോക്കി മനസ്സിലാക്കണം. അതായത് 1500 രൂപയ്ക്ക് ഒരു ഷർട്ട് മാത്രമാണ് ഉദ്ദേശമായിരുന്നുണ്ടെങ്കിൽ 1500 രൂപയ്ക്ക് 2 ഷർട്ട് കിട്ടുമ്പോൾ ആ 2 ഷർട്ടിന് ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഇനി 1500-നപ്പുറത്തേക്ക് 3000 രൂപയ്ക്ക് 2 സാധനങ്ങൾ ഞാൻ വാങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച 1500 രൂപയുടെ ക്വാളിറ്റി അതിലൊരു സാധനത്തിനുണ്ടോ എന്നും ഉറപ്പുവരുത്തുക. അതായത് സേവിങ്സിനപ്പുറത്തേക്ക് നമ്മൾ മുടക്കുന്ന മുതലിനുള്ള സാധനം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ പരിശോധിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 രൂപയ്ക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി സാധനമായിരിക്കും നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ പറയുന്ന ഓഫറുകളൊക്കെ കണ്ടിട്ട് ഒരു പക്ഷേ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആവശ്യമില്ലാതെ പണം മുടക്കി എന്നത് മാത്രമല്ല, ഈ വാങ്ങിയ സാധനങ്ങൾക്ക് അത്ര ക്വാളിറ്റി ഇല്ലെന്നും ഈ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യവും എനിക്കില്ലായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയെന്ന് വരാം. ഇനി പൊതുവെ ആളുകൾ പോയി വീഴാറുള്ള ഒരു ട്രാപ്പാണ് മോർ ബൈ മോർ സേവിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഇത് പല ബ്രാൻഡുകളിലും ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ളൊരു അവസ്ഥയുണ്ട്. അതായത് നമ്മൾ 2000 രൂപ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോവുകയാണ്, അവിടെ മോർ ബൈ മോർ സേവ്, കൂടുതൽ വാങ്ങിച്ചാൽ കൂടുതൽ സേവ് ചെയ്യാം എന്നൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ 2000 രൂപയാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിൽ നിന്നും എനിക്ക് എത്രത്തോളം സേവ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെന്നൊന്ന് പരിശോധിച്ച് കളഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചെന്ന് വരാം. അപ്പോൾ ഒരു ഓഫർ കാണുകയാണ്, ബൈ 2 get 25% ഓഫ്. അപ്പോൾ വിചാരിക്കും ശരി 2 സാധനങ്ങൾ വാങ്ങാം, അപ്പോൾ 25% ഓഫർ കിട്ടും. അപ്പോൾ അവിടെ കയറി നോക്കുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്ന 2000 രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ചാലൊന്നും ഈ 25% ഓഫർ നമുക്ക് കിട്ടണമെന്നുള്ള അവസരം ഉണ്ടാവില്ല. അപ്പോൾ കൂടുതൽ പണം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. ഈ 2000 രൂപ സ്പെൻഡ് ചെയ്യാൻ വന്ന ആൾ ഒരു പക്ഷെ 5000 രൂപ സ്പെൻഡ് ചെയ്യുമ്പോഴായിരിക്കും അതിൽ നിന്നും ഒരു 25% ഓഫർ കുറച്ച് കിട്ടുക. അപ്പോൾ നമ്മുടെ മനസ്സ് വിചാരിക്കും കൺഗ്രാജുലേഷൻ, ഞാൻ വലിയൊരു ഓഫർ തന്നെ ഇവിടെ നേടിയിരിക്കുകയാണ് എന്നൊക്കെയുള്ള വിചാരം വന്നേക്കാം. ഈ ഒരു ഓഫർ മുഖേന ഒരു 500 രൂപ ക്യാഷ് ബാക്ക് ആയിട്ടോ ഈ ഡിസ്കൗണ്ട് ആയിട്ടോ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വന്നു. എന്നിരുന്നാൽ പോലും നമ്മൾ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച 2000-ൽ നിന്നും ഒരു 1500 രൂപയോളം എക്സ്ട്രാ അവിടെ പേ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഈ 500 രൂപ നമുക്ക് തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 2000 രൂപ സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി പോയൊരു വ്യക്തി എക്സ്ട്രാ ഒരു 1600 1500 ഒക്കെ രൂപയും കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെ മാറുകയാണ്. അതായത് നമ്മൾ അറിയാതെ ഈ ഓഫറിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ ഇരട്ടി പൈസ അവിടെ സ്പെൻഡ് ചെയ്യും. അതിനാൽ ബിസിനസ്സിൽ സെയിൽസ് സക്സസ്ഫുൾ ആക്കുന്നത് എത്ര ഡിസ്കൗണ്ട് കൊടുത്ത് എത്ര ഐറ്റംസ് അവിടെ വാങ്ങിപ്പിച്ചു എന്നുള്ളതല്ല, എത്രത്തോളം പണം കൂടുതൽ വന്ന കസ്റ്റമറിനെ കൊണ്ട് സ്പെൻഡ് ചെയ്യിച്ചുകൊണ്ടാണ് ഈ ഡിസ്കൗണ്ട് അവരിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് അവരുടെ സക്സസ് പോയിന്റ്. മറ്റൊരു ഓഫറാണ് ലിമിറ്റഡ് ടൈം ഓഫർ. ഇപ്പം തീരും നാളെ തീരും എന്നൊക്കെ ആയിരിക്കും ഓഫറിൽ എഴുതി വെച്ചേക്കുക. അല്ലെങ്കിൽ 10 സാധനങ്ങളേ ഉള്ളൂ, 2 സാധനങ്ങളേ ഉള്ളൂ, അല്ലെങ്കിൽ ഓഫർ ഇന്ന് തീരും എന്നൊക്കെ ആയിരിക്കും. പലപ്പോഴും നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ചില കടകളിൽ എല്ലാ ദിവസവും ഇന്ന് മാത്രമേ ഓഫർ ഉള്ളൂ എന്നുള്ളൊരു ബോർഡ് ഒരു വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഓഫർ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു അർജൻസി നമ്മുടെ മൈൻഡ് സെറ്റിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം വാങ്ങിയില്ലെങ്കിൽ എനിക്ക് ഈ ഓഫർ കിട്ടില്ല, എനിക്ക് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക് ഈ ഓഫർ കിട്ടില്ല, വേറെ ആരൊക്കെയോ വന്നിട്ട് ഈ ഓഫർ കൊണ്ടുപോയി കളയും എന്നൊരു താല്പര്യം നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അപ്പം തന്നെ പണം സ്പെൻഡ് ചെയ്യാനുള്ള താല്പര്യം വരികയാണ്. ഈ താല്പര്യം അറിയാതെ, അതായത് ഇപ്പം തന്നെ ഇത് വാങ്ങിയേക്കാം എന്ന് ചിന്തിക്കുമ്പോൾ പല കണക്ക് കൂട്ടലുകളും നമ്മൾ ചെയ്തെന്ന് വരത്തില്ല. ഈ പറഞ്ഞ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ് എന്താണെന്നോ ഓഫറുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നോ ഇത് ആവശ്യമുണ്ടോ എന്നൊന്നും ചിന്തിക്കണമെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ടൈം ഓഫർ എന്ന് പറയുന്ന ഒരു ട്രാപ്പിലേക്ക് കൂടുതൽ ആളുകൾ പെട്ടുപോകാറുണ്ട്. ഇപ്പം തന്നെ ഞാൻ വാങ്ങി വേഗം ഇത് കരസ്ഥമാക്കാം എന്നതിനപ്പുറത്തേക്ക് ഇത് എനിക്ക് ശരിക്കും ആവശ്യമുള്ളൊരു സാധനമാണോ, ഞാൻ മുടക്കുന്ന മുതലിനനുസരിച്ചിട്ടുള്ള കാര്യമാണോ എന്നുള്ള ഈ ചോദ്യമില്ലേ, ഈ വീഡിയോയിലുടനീളം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യം, അത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. കാരണം ഈ ലിമിറ്റഡ് ടൈം ഓഫർ കാണുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അർജൻസി എന്ന് പറയുന്ന ഒരു അവസ്ഥയില്ലേ, അത് നമ്മളെ അറിയാതെ പുഷ് ചെയ്യിപ്പിച്ച് വേഗം ആ ഒരു സാധനം വാങ്ങുന്നതിലേക്ക് നീക്കും. അതായത് എനിക്ക് ശരിക്കും ഇത് വേണ്ടതാണോ എന്ന് പോലും ഒരു പക്ഷേ ചിന്തിച്ചെന്ന് വരില്ല.
അപ്പോൾ ഈ ഓണം എന്ന് പറയുന്ന അവസരം അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ സീസണിലോ സാധനങ്ങൾ വാങ്ങുന്നത് തീരെ നല്ലതല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഇവിടെ തനിയെ തന്നെ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ പല ബ്രാൻഡ്സിനും അവർ ഇൻവെന്ററി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് തന്നെ പേയ്മെന്റ്സ് ആവട്ടെ, ബാങ്ക് ആവട്ടെ, ചില മാർക്കറ്റ് പ്ലേസുകളാവട്ടെ, ഓൺലൈൻ പ്ലാറ്റ്ഫോം ഒക്കെ ആവട്ടെ, ഇവരൊക്കെ പല പല വ്യത്യസ്തമായ ഓഫറുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചെന്ന് വരാം. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു പക്ഷേ നല്ലൊരു തുകയ്ക്ക് നല്ല ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ച ഒരു പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഈ വീഡിയോയിലുടനീളം നൽകിയ ടിപ്പുകൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്ത് ഇതിന്റെ പ്രൈസും ശരിക്കും ഈ പറയുന്ന പണത്തിനുണ്ടോ എന്നുള്ളതും കൂടെ മനസ്സിലാക്കി ഇത് ഒരു നല്ല ഡീലാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നമ്മളത് വാങ്ങുക. അല്ലാതെ ഓണം ഓഫർ എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ കാണുന്ന എല്ലാ ഗിമിക്സിലും പോയി തലവെച്ച് കൊടുക്കുവാനായിട്ട് നിൽക്കരുത്. ഓണം സെയിൽ എന്ന് പറയുന്ന ഒരു ബോർഡോ ക്രിസ്മസ് സെയിൽ എന്ന് പറയുന്ന ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സീസണൽ സെയിൽ എന്ന് പറയുന്ന ബോർഡ് കൊണ്ട് മാത്രം ഒരു നല്ല ഓഫറാണ് ഇപ്പൊ തന്നെ വാങ്ങിയേക്കാം എന്നൊന്നും അസ്യൂം ചെയ്ത് കളയരുത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കുക. എന്നതിന് ശേഷം മാത്രം ഒരു പ്രൊഡക്റ്റ് വാങ്ങുവാനായിട്ട് തയ്യാറാകുക. കാരണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി എന്ന് പറയുന്നത് ആവശ്യമുള്ള കാര്യത്തിനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിപരമായ ഒരു ഷോപ്പിംഗ് ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അനാവശ്യമായി സ്പെൻഡ് ചെയ്യുന്ന ഒരു വലിയ തുകയെ സേവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു വരും. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതിലും കൂടെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ കൂടുതൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.